ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ EVSൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ്. വിങ്ഡ് ബഡീസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് അല്ലേ? വിങ്ഡ് ബഡീസ് എന്ന ചാപ്റ്റർ ഏതിനെ കുറിച്ചായിരിക്കും നമുക്ക് പറയുക? വിങ്സുമായി ബന്ധപ്പെട്ട എന്തായിരിക്കും? പക്ഷികളായിരിക്കും അല്ലേ? അപ്പോൾ ഈ ചിത്രത്തിൽ കാണാൻ ധാരാളം പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ഈ പാഠം പക്ഷികളുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്ററാണ്, ബേർഡ്സുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ, നമ്മുടെ എർത്തിൽ there are so many type of birds are there living. സോ അതുപോലെ തന്നെ അത് എല്ലാ പക്ഷികളും ഒരേപോലെയാണോ? അല്ല, വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസിന് വ്യത്യാസം ഉണ്ടാകും, കളറിൽ വ്യത്യാസം ഉണ്ടാകും, ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാകും, അതിൻ്റെ മൂവ്മെൻറ്റിൽ വ്യത്യാസങ്ങളുണ്ടാകും. അങ്ങനെ പല ടൈപ്പ് ഓഫ് ബേർഡ്സ് നമ്മുടെ ഭൂമിയിലുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The teacher started the class that day by passing a bird song. Have you heard this bird song? The teacher asked. Can you identify the songbird? Have anyone seen it? The class was silent. അപ്പോൾ ടീച്ചർ ഒരു ബേർഡിൻ്റെ സോങ്, അതിൻ്റെ പാട്ട് സൗണ്ട് കേൾപ്പിച്ചു. അപ്പോൾ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾക്ക് അത്ര പിടുത്തമില്ല, കുട്ടികളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ കൂട്ടത്തിൽ അയാൻ എന്ന പേരുള്ള കുട്ടി പറഞ്ഞു, ഇറ്റ് നെയിം ഈസ് വൈറ്റ് ചീക്ഡ് ബാർബറ്റ്. എന്താണ്? വൈറ്റ് ചീക്ഡ് ബാർബറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, വാട്ട് ഈസ് ദ കളർ ഓഫ് ദിസ് സിംഗിങ് ബേർഡ്? എന്തായിരിക്കും ഇതിൻ്റെ കളർ? അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, സൈറ എന്ന് പറഞ്ഞു, ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ ടീച്ചർ. അപ്പോൾ ഇത് പച്ച കളറാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ദിസ് ബേർഡ് ഈസ് ഓൾസോ കോൾഡ് പച്ചിലക്കുടുക്ക. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഇറ്റ് കുഡ് ഇറ്റ് ലൈക്ക് ദാറ്റ്? അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഈ പച്ചിലക്കുടുക്ക എന്ന പേര് എന്തുകൊണ്ടായിരിക്കാം വന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതിൻ്റെ കളറുമായി ബന്ധപ്പെട്ടല്ലേ, നമ്മുടെ അതിൻ്റെ പച്ച കളറാണ്, നല്ല പച്ച കളറാണ്. അപ്പോൾ ഈ പച്ച കളറുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഒരു പക്ഷേ ഈ പേരും കൂടി വന്നിട്ടുണ്ടാവുക. അപ്പോൾ ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, നമുക്കിനി ആദ്യമായി നമുക്ക് ഈ പാഠത്തിലേക്ക് കിടക്കാം. അടുത്ത പേജ് എടുക്കുക, എല്ലാവരും 50ാമത്തെ പേജ് എടുക്കുക. അതിൽ there are many type of birds. in which are the birds present in your area? അപ്പോൾ നമ്മുടെ ഏരിയയിൽ, ഓരോ ഏരിയയിലും ധാരാളം പക്ഷികളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഏതൊക്കെ പക്ഷികളുണ്ടായിരിക്കാം? ഇപ്പോൾ നിങ്ങൾ അവയെക്കുറിച്ച് നിങ്ങളുടെ ഡയറിയിൽ, EVSൻ്റെ ഡയറിയിൽ എഴുതുക. അപ്പോൾ നമുക്ക് ഇനി ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഈ 4 പക്ഷികളെ നിങ്ങൾ കാണാം അല്ലേ? അപ്പോൾ ഈ 4 പക്ഷികൾക്ക് നിങ്ങൾ നല്ല രീതിയിലൊരു കളർ കൊടുക്കുക കേട്ടോ. നിങ്ങളത് ആക്ടിവിറ്റി ചെയ്യുക. ഇതിലൊരു ആക്ടിവിറ്റിയിൽ ഇതേത് പക്ഷിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? 1ാമത്തെ പക്ഷിയുടെ പേരറിയാമോ? അപ്പോൾ എല്ലാവരും നോക്കിക്കേ, 1ാമത്തെ പക്ഷിയുടെ പേര്. ഓക്കെ, 1ാമത്തെ പക്ഷിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. 1ാമത്തെ പക്ഷിയുടെ പേരെന്താണ്? പാരറ്റാണ്. 2ാമത്തെ പക്ഷിയുടെ പേരോ? കാർഡിനൽ. 3ാമത്തെയോ? പീകോക്ക്. 4ാമത്തെയോ? വുഡ് പെക്കർ. അപ്പോൾ ഈ 4 പക്ഷികളെ നിങ്ങൾ കണ്ടല്ലേ? അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ പക്ഷികളുടെ വ്യത്യാസങ്ങൾ? ഇൻ വാട്ട് വേസ് ഡു ദ ബേർഡ്സ് ഇൻ ദ പിക്ചർ ഡിഫർ? അതായത് ഏതൊക്കെ തരത്തിലായിരിക്കും ഈ പക്ഷികളുടെ ഡിഫറൻസസ് ഉണ്ടായിരിക്കാം? ഏതൊക്കെയായിരിക്കും? കളർ ഓഫ് ദെയർ ഫീച്ചേഴ്സ്, കളർ അതിൻ്റെ ഒരു ഡിഫറൻസ് ആയിരിക്കും. ഷേപ്പ് ഓഫ് ദ ബോഡി, ഷേപ്പ് ഓഫ് ദ വിങ്സ്, ബീക്സ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബീക്സ് ഉണ്ട് അല്ലേ? ഓരോ പക്ഷിയുടെ കേർവ്ഡ് ബീക്സ് ഉണ്ട്, പോയിന്റഡ് ബീക്സ് ഉണ്ട്, സ്മോൾ ബീക്സ് ഉണ്ട് ഇല്ലേ? ലെഗ്, സ്മോൾ ലെഗ് ഉണ്ടാവും, അങ്ങനെ പല ടൈപ്പ് ഓഫ് ലെഗുകളുണ്ടാവും. ഈ തരത്തിലാണ്. അപ്പം നിങ്ങൾ നോട്ടിൽ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോട്ട് എഴുതേണ്ടതാണ്. ഈ പറയുന്ന ഭാഗത്ത് എഴുതേണ്ടതാണ്. അപ്പോൾ ഇവിടെ എഴുതാം. അതുപോലെ തന്നെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന പോയിന്റുകൾ ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ്. നെക്സ്റ്റ് പേജ് എല്ലാവരും എടുത്തേ. ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഓഫ് ദ സെയിം കളർ ഓൺ ദെയർ ബോഡി. അതായത് തൂവലുകൾ, ഒരേ നിറത്തിലെ തൂവലുകളുള്ള പക്ഷി, ശരീരത്തിലുള്ള തൂവലുകൾ കാണപ്പെടുന്ന പക്ഷി. ഉദാഹരണം കാക്കയുടെ തൂവൽ എന്താണ്? കറുപ്പ് നിറമാണ്. എല്ലാ തൂവലുകളും കറുപ്പാണ്. പക്ഷേ അതല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കളേഴ്സ് ഓഫ് ഫെദേഴ്സ് ഉണ്ട്. അതായത് പല തരത്തിലെ നിറത്തിലെ തൂവലുകളുള്ള പക്ഷികളുണ്ട്. ഉദാഹരണം പീകോക്ക്. പീകോക്കിൻ്റെ ബോഡിയിലേക്ക് നോക്കിയേ, നമുക്കൊരു റെയിൻബോ പോലെ തോന്നുന്നു അല്ലേ? റെയിൻബോ പോലെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ കളേഴ്സും കൂടെ ആഡ് ചെയ്യുന്ന പക്ഷികളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പക്ഷികളെ കുറിച്ച് ഇവിടെ പേരുകൾ ഏതൊക്കെയാണ്? ദ ബേർഡ്സ് വിത്ത് ഫെദേഴ്സ് ഇൻ ഓഫ് സെയിം കളർ ഓൺ ദെയർ ബോഡി. അതാണ് ക്രോ, ക്വെൽ, ക്രെയിൻ. അപ്പോൾ ഈ പക്ഷികൾക്കൊക്കെ ഒരേ കളറാണ്, ഒറ്റ സിംഗിൾ കളറാണ് ആ ഒരു ഫെദേഴ്സിന്. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സുള്ള ഫെദേഴ്സുള്ള പക്ഷികളൊക്കെയാണ് പീകോക്ക്, വുഡ് പെക്കർ, മൈന, കിങ് ഫിഷർ. ഈ പക്ഷികളും ഈ പറയുന്ന പോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫെദേഴ്സ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഭാഗത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളോട് ഒരു ആക്ടിവിറ്റി പറഞ്ഞത്, ബൈ ഒബ്സർവിങ് വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്.
എന്താണ് പൊതുവായ നമ്മുടെ പക്ഷികളുടെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് പ്രത്യേകതകൾ, അതവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും നോക്കുക. അത് വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേർഡ്സ്, എന്തൊക്കെയാണ് നോട്ട് ചെയ്യുക. ഫെദേഴ്സ്, ബീക്സ്, എഗ്സ്, ലെഗ്സ്, എക്സലന്റ് വിഷൻ, സിങ് ഓർ കോൾ. അപ്പോൾ ഈ പറയുന്നത് എന്തൊക്കെയാണ്? ഫെദേഴ്സ്, ഓൾ ബേർഡ്സ് ഹാവ് ഫെദേഴ്സ്. ബീക്സ് ഓഫ് ബേർഡ്സ് ഹാവ് ബീക്സ്. Eggs, they lay eggs. Leg, birds walk using 2 legs. Excellent vision, എന്താണ്? Most birds have sharp eyesight. Sing or call, എന്താണ്? Birds communicate through the song or calls. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പാട്ടിലൂടെയോ അല്ലെങ്കിൽ കോളിലൂടെ ആയിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് അവയുടെ ഒരു ഒബ്സർവേഷനിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ഒരു ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാം? നമ്മളൊരു പക്ഷീനെ ഒബ്സർവ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് സിനിമകളിലും ഡോക്യുമെൻ്ററിയിലൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ബൈനോക്കുലറൊക്കെ ഉപയോഗിച്ച് ആളുകൾ അതിനെ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ബൈനോക്കുലർ ഉപയോഗിച്ച് എന്തിനാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്? അതിനെ കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പക്ഷിയുടെ അടുത്തോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അത് പറന്നു പോകും അല്ലേ? അപ്പോൾ ദൂരെ നമുക്ക് ബൈനോക്കുലറൊക്കെ ഉപയോഗിച്ച് നമ്മൾ ക്യാമറകളൊക്കെ ഉപയോഗിച്ച് നോക്കുമ്പോൾ എന്താണ്, നമുക്ക് അവിടെ അവരുടെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അല്ലേ? അപ്പോൾ നമുക്കൊരു ഓരോ ഒബ്സർവേഷനിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? എന്തൊക്കെയായിരിക്കും? പ്ലേസ് വേർ ദ ബേർഡ് ഈസ് സീൻ, പക്ഷികൾ എവിടെയാണ് കാണുന്നതെന്ന്. ടൈം വെൻ ഇറ്റ് വാസ് സീൻ, ഏത് സമയത്താണ് നമ്മൾ ഈ പക്ഷികളെ കാണുന്നത്. അതിൻ്റെ സൈസ്, കളർ, നെസ്റ്റ്, സൗണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വേണം നമ്മൾ ഒരു പക്ഷിനെ ഒബ്സർവ് ചെയ്യാൻ നേരത്തെ നമുക്ക് ചെയ്യേണ്ടത്. അതുപോലെ സൗണ്ട്, സൈസ് ഓഫ് ലെഗ്, ലെന്ത്, കളർ, നമ്പേഴ്സ് ഓഫ് ടോസ്, സൈസ് ആൻഡ് കളേഴ്സ് ഓഫ് ഐസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെദേഴ്സ്, സ്റ്റൈൽ ഓഫ് ഫ്ലൈയിങ്. അപ്പോൾ ഈ പറയുന്ന നമുക്കിപ്പോൾ ഇതിൻ്റെ പേര് അറിയത്തുണ്ടാവില്ല. ചിലപ്പോൾ ചില പക്ഷികളുടെ പേര് നമുക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷേ ചില പക്ഷികളുടെ ഫീച്ചേഴ്സ് വെച്ച് നമുക്ക് അതിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ പറക്കുന്ന അതിൻ്റെ സ്റ്റൈൽ ഓഫ് ഫ്ലൈയിങ്, സൈസ് ആൻഡ് കളർ ഓഫ് ഐസ്. ചിലപ്പോൾ എന്തെങ്കിലും വളരെ സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ചില ബേർഡ്സിന് ചില ഐസിന് സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ചിലപ്പോൾ ആ ഒരു ടൈപ്പ് ഐസ് ആ പക്ഷിക്ക് മാത്രമേ കാണുള്ളൂ. ചില ഫീച്ചേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ പക്ഷികളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊരു ബേർഡ് വാച്ചിങ് അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷന് പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിലും വീടിൻ്റെ സറൗണ്ടിങ്സിലൊക്കെ ഇങ്ങനെയുള്ള ഒബ്സർവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഒരു ഒബ്സർവേഷൻ നോട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷീനെ ഒബ്സർവേഷൻ നോട്ടാണ്. ഏതിൻ്റെയാണ്? പാരറ്റിൻ്റെയാണ്. നമ്മളൊരു ഒബ്സർവേഷൻ നോട്ട് എഴുതുന്നത് നമുക്ക് എന്തൊക്കെ ചെയ്യാം? നെയിം ഓഫ് ദ ബേർഡ് പാരറ്റ്, പ്ലേസ് വേർ ഇറ്റ് വാസ് സീൻ, ഫീൽഡ് ബണ്ട്, കളർ ഗ്രീൻ, ഫീച്ചേഴ്സ് ഓഫ് ബീക്ക്, ഫീച്ചേഴ്സ് ഓഫ് ലെഗ്, ഫീച്ചേഴ്സ് ഓഫ് ദ ടെയിൽ, അതർ ഫീച്ചേഴ്സ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഫീച്ചേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാം? ഒരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് റെഡിയാക്കാവുന്നതാണ്. നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്കിൽ ഞാൻ അതിന് പകരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വേറെ ടൈപ്പ് എക്സാമ്പിൾ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ക്രോയിനെ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പക്ഷീനെ, ഇപ്പോൾ ക്രെയിന്, പാരറ്റ് ഓൾറെഡി എഴുതി, പീക്കോക്ക്, അങ്ങനെ പല പക്ഷികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒബ്സർവ് ചെയ്ത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെയിം ഓഫ് ബേർഡ് ഞാൻ എഴുതി, ക്രോ എഴുതി. പ്ലേസ് വെർ ഇറ്റ് വാസ് സീൻ, ഇൻ ദ യാർഡ് ഓർ ഓൺ ദ ട്രീ ബ്രാഞ്ച്. ടൈം വെൻ ഇറ്റ് വാസ് സീൻ, മോർണിംഗ്. കളർ ബ്ലാക്ക്. ഫീച്ചേഴ്സ് ഓഫ് ദ ബീക്ക്, സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബ്ലാക്ക് ബീക്ക്. Features of leg, strong legs that help in walking and sitting on the branches. Features of the tail, long and straight. Other features, very clever, eats whatever it available, builds a big nest on trees using sticks, sometime help the quail chicks hatch and grow. അപ്പോൾ ഇതിൻ്റെ ക്രോയുടെ ഒരു ഫീച്ചേഴ്സാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അത് പറയുന്നത് പോലെ തന്നെ നേരത്തെ നമ്മൾ പാരറ്റിൻ്റെ ഒബ്സർവേഷൻ നോട്ട് കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന നിങ്ങളുടെ ഒരു ബേർഡിനെ സെലക്ട് ചെയ്യുക, അതിൻ്റെ ഒരു ഒബ്സർവേഷൻ നോട്ട് നിങ്ങൾ EVSൻ്റെ നോട്ടിലോട്ട് നിങ്ങൾ ചെയ്യുക. അടുത്ത നമുക്കൊരു ലെറ്റ്സ് കംപ്ലീറ്റ് എന്നൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ദ ലാർജസ്റ്റ് ബേർഡ് ഏതാണ്? ഓസ്ട്രിച്ച് ആണ്. ഓസ്ട്രിച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഒട്ടക പക്ഷി. ദ ബേർഡ് ദാറ്റ് ഫ്ലൈ ബാക്ക്വേർഡ്സ്, പുറകിലേക്ക് പറക്കുന്ന പക്ഷിയുടെ പേരെന്താണ്? ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡ് എന്നാണ് ആ പക്ഷിയുടെ പേര്. ദ ഹയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് എന്താണ്? വൾച്ചറാണ്. അതായത് ഈ കഴുകൻ എന്നാണ് അതിൻ്റെ അല്ലേ? കഴുകനെ കേട്ടിട്ടില്ലേ? ദ ബേർഡ്സ് ദാറ്റ് ഡു നോട്ട് ഫ്ലൈ, ഏതൊക്കെയാണ് പറക്കാത്ത പക്ഷികൾ? പെൻഗ്വിൻ, ഓസ്ട്രിച്ച്, എമ്മു, കിവി, ഈ പറയുന്ന പക്ഷികളൊക്കെയാണ് പറക്കാൻ സാധിക്കാത്ത പക്ഷികൾ. അതുപോലെ തന്നെ ദ സ്മോളസ്റ്റ് ബേർഡ് ഏതാണ്? ചെറിയ പക്ഷി. കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയൊരു കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് അതിനേക്കാളും ചെറിയൊരു പക്ഷിയാണ്. ആൻഡ് ഹമ്മിങ് ബേർഡ്, ഹമ്മിങ് ബേർഡ് എന്നാണ് ആ പക്ഷിയുടെ പേര്. ഓക്കെ,
എല്ലാവരും നിങ്ങൾക്ക് അവിടെ ഈ പറയുന്ന ഈ ഭാഗത്ത് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ഈ പറയുന്ന ആക്ടിവിറ്റി. ഓക്കെ, അടുത്ത നെക്സ്റ്റ് എല്ലാവരും അടുത്ത പേജ് എടുത്തേ. ഫുഡ് ഓഫ് ഓൾ കൈൻഡ്സ്, ഭക്ഷണമാണ്, ഭക്ഷണത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3 ടൈപ്പ് ഓഫ് ബേർഡ്സ് അവർ ഓരോ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ ബേർഡ്, ഐ ടു ഗോട്ട് ബിഗ് ഫിഷ്, ടുഡേസ് മീൽ ഈസ് ഗ്രേറ്റ്, ദീസ് ഗ്രെയിൻസ് ആർ മൈ ഫുഡ്. അപ്പോൾ നമുക്കറിയാം പാരറ്റ്, കിങ് ഫിഷർ, ഈഗിൾ, ഈ 3 പക്ഷികളും അവ കഴിക്കുന്ന ഫുഡ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഫുഡ് ഓഫ് ഓൾ കൈൻഡ്സ് എന്നാണ് ഇവിടുത്തെ ഹെഡിങ്. അതായത് പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ, അതായത് ഈ ബേർഡ്സ് കഴിക്കാം. എല്ലാവരും ഒരേപോലെ അല്ല, എല്ലാവരും ഈ അരിമണിയും പഴങ്ങളും മാത്രം കഴിച്ച് ജീവിക്കുന്ന പക്ഷികളല്ല നമ്മുടെ ചുറ്റുപാടുമുള്ളത്. പല തരത്തിൽ ഭക്ഷണം കഴിക്കുന്ന പക്ഷികൾ നമ്മുടെ സറൗണ്ടിങ്സിലുണ്ട്. ഇവിടെ ഒരു ആക്ടിവിറ്റി 2 കോളം കൊടുത്തിട്ടുണ്ട്, ദ ബേർഡ് ആൻഡ് ഫുഡ്. അപ്പോൾ ഇവിടെ പാരറ്റിൻ്റെ ഒരു ഫുഡ് എഴുതി, ഗ്രെയിൻസ് എഴുതിയിട്ടുണ്ട്, കിങ് ഫിഷർ ഫിഷ് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ ഈ ടേബിൾ നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടെ ബേർഡ്സിനെ ആഡ് ചെയ്തിട്ട്. അപ്പം ഞാൻ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. എന്താണ്, എല്ലാവരും നോക്കിക്കേ. ഡു ഓൾ ദ ബേർഡ്സ് ഈറ്റ് ദ സെയിം ഫുഡ്, കംപ്ലീറ്റ് ദ ടേബിൾ. ബേർഡ്, പാരറ്റ് ഏതൊക്കെയാണ്? ഗ്രെയിൻസ്, സീഡ്സ്, ഫ്രൂട്ട്സ്. കിങ് ഫിഷറോ? ഫിഷ്, സ്മോൾ ഇൻസെക്ട്സ്. കൈറ്റോ? ഫിഷ്, മീറ്റ്, സ്മോൾ മാമൽസ്, ബേർഡ്സ്. പീജിയൻ, സെറൽസ്. ക്വൽ, ഫ്രൂട്ട്സ്. സൺബേർഡ്, നെക്ടാർ, സ്മോൾ ഇൻസെക്ട്സ്, വേംസ്. അപ്പോൾ ഇതൊക്കെയാണ് അവർ കഴിക്കുന്ന ഭക്ഷണം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത പേജ് എടുക്കുക, പേജ് നമ്പർ 54 എടുക്കുക. അപ്പം ഒരു 4 ടൈപ്പ് ഓഫ് ബേർഡ്സിനെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ്, വി ഹണ്ട് ഫോർ പ്രേ ഇൻ പ്ലേസസ് വെയർ ദെയർ ഈസ് വാട്ടർ. അത് ഈ നമ്മുടെ ക്രെയിനെ പോലുള്ള അതൊരു എനിക്ക് തോന്നുന്നു മൈഗ്രേറ്ററി ബേർഡ്സ് ആണ് അല്ലേ. അപ്പോൾ അതുപോലുള്ള പക്ഷികളൊക്കെ കൂടുതൽ വെള്ളമുള്ള വാട്ടർ റിച്ച് ഏരിയകളിലൊക്കെ ഭക്ഷണം തേടുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ. പിന്നെ അടുത്ത് നമ്മൾ ഈഗിളിനെ പോലുള്ള പക്ഷികളോ, അവ ചേസ് ചെയ്ത്, പുലിയും കടുവയ്ക്കുന്ന ആനിമൽസിനെ ചേസ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ അവ ചേസ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുപോലെ ചെറിയ കുരുവികളൊക്കെ എന്തായിരിക്കും, അവ എങ്ങനെയായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്? ഐ ലൈക്ക് ടു പിക്ക് ആൻഡ് ഈറ്റ് ഗ്രാസ്, സീഡ്സ് ആൻഡ് ഗ്രെയിൻസ്. ചെറിയ വിത്തുകൾ, ചെടികളുടെ വിത്തുകളും ചെറിയ ധാന്യങ്ങളൊക്കെ കഴിച്ച് ജീവിക്കുന്ന പക്ഷികളും ഉണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്ന പക്ഷികളുണ്ട്. ചെറിയ കുരുവികളൊക്കെ നല്ല ഫ്രൂട്ട്സ് മാത്രം കൊത്തി കഴിച്ചിട്ട് പോകുന്ന, നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ പപ്പായയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ചില സമയത്തൊക്കെ ഇങ്ങനെ ഈ കടിച്ചു വെച്ചതുപോലെ കാണും. പഴുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കിളി വന്ന് കുത്തിയിട്ട് പോകും അല്ലേ. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ 4 ടൈപ്പ് തരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആനിമൽസിനെ നമ്മൾ കണ്ടു. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. എന്താണ്, ഒരു 6 ടൈപ്പ് ഓഫ് സെറ്റ് ഓഫ് നെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെസ്റ്റിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെ ഭക്ഷണം കഴിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ബേർഡ്സിനെ നിങ്ങൾ ഇതിനകത്ത് ഓരോ ഇതിൽ നിങ്ങൾ എഴുതണം. അപ്പോൾ ഒന്ന് നെക്ടാർ സക്കേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, തേൻ കഴിക്കുന്ന പക്ഷികൾ. അപ്പോൾ ചില ഹമ്മിങ് ബേർഡ് പോലെ ചില സ്പാരോസ് ഒക്കെയാണ് നമ്മുടെ തേൻ കഴിക്കുന്ന പക്ഷികൾ. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ഇതിൽ നെസ്റ്റിൽ എഴുതിയിരിക്കുന്ന ഫ്രൂട്ട് കഴിക്കുന്നവർ, ചിലത് ഇൻസെക്റ്റ് കഴിക്കുന്നവർ, ചിലത് ഗ്രെയിൻസ് കഴിക്കുന്നവർ, ചിലത് മീറ്റ് കഴിക്കുന്ന പക്ഷികളുണ്ട്, ചിലത് വെള്ളത്തിൽ ഭക്ഷണം തേടുന്ന പക്ഷികളുണ്ട്. അപ്പോൾ ഈ പറയുന്ന പക്ഷികളുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനത് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക ആക്ടിവിറ്റി. ഫ്രൂട്ട്സ് ഈറ്റിംഗ് ബേർഡ്സ് നോക്കുക. പാരറ്റ്, കുട്ടുറുവൻ, സ്പാരോ, കുയിൽ, ബുൾബുൾ. നെക്ടാർ സക്കേഴ്സ് ഏതൊക്കെയാണ്? സൺബേർഡ്, ഹമ്മിങ് ബേർഡ്, ഇന്ത്യൻ ഗോൾഡൻ, ഒറിയോൺ. അടുത്തത് ഇൻസെക്റ്റ് കഴിക്കുന്ന ബേർഡ്സ് ഏതൊക്കെയാണ്? മൈന, വുഡ് പെക്കർ, ബാബ്ലർ, ടിപ്പി. അടുത്ത സെറൽ ഈറ്റേഴ്സ് ഏതൊക്കെയാണ്? പാരറ്റ്, മൈന, പീജിയൻ, സ്പാരോ, ലവ് ബേർഡ്സ്. ഫ്ലഷ് ഈറ്റേഴ്സ് ഏതൊക്കെയാണ്? ഈഗിൾ, വേൾച്ചർ, ബ്ലാക്ക് ഡോൺഗോ. അങ്ങനെയാണ് ഫ്രഷ് ഇറച്ചി കഴിക്കുന്ന ബേർഡ്സ്. അടുത്ത ഫിഷ് ഈറ്റേഴ്സ് ഏതൊക്കെയാണ്? ക്രെയിൻ, ലെസ്റ്റർ, വിസ്ലിംഗ് ഡക്ക്, സീഗിൾ, കിങ് ഫിഷർ. അതൊക്കെയാണ് ഫിഷ് ഈറ്റേഴ്സ്. അതായത് മീനിനെ പിടിച്ച് കഴിക്കുന്ന ബേർഡ്സാണ് ഈ പറഞ്ഞ അവസാനത്തെ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഓരോ പക്ഷിക്കും അതിൻ്റെതായ അഡാപ്റ്റേഷൻസ് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അഡാപ്റ്റേഷൻ വരുന്നത്? ഇതുപോലെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ 6 ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പിൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന ബേർഡ്സിനെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഈ രീതിയിൽ കഴിക്കാൻ അവരെ സഹായിക്കുന്ന ഏതൊക്കെയായിരിക്കും? ബീക്കായിരിക്കും, ബീക്കിൻ്റെ ഷേപ്പ്, ഫീറ്റ്, ക്ലൗസ്, അതിൻ്റെ നഖങ്ങൾ, ഷാർപ്പ് ഐസൈറ്റ്, ഫൈറ്റ് സ്കിൽസ്. അപ്പോൾ ഇതൊക്കെ ഓരോ പക്ഷികളെ ഭക്ഷണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കുള്ള അഡാപ്റ്റേഷൻസ് ആണ്.
ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി. എല്ലാവരും അടുത്ത പേജ് എടുക്കുക. എല്ലാവരും ഐഡൻറ്റിഫൈ ആൻഡ് ജോയിൻ ദ ലെഗ്സ് ഓഫ് ബേർഡ്സ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ ബീക്ക്. അപ്പോൾ ബീക്കിൻ്റെ നേച്ചർ വെച്ച് നിങ്ങളോട് ആ പക്ഷികളുടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ ഞാനത് ഒരു ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഡക്കിൻ്റെ ഫീറ്റ് കാണുമ്പോൾ നമുക്കറിയാം അല്ലേ, അതിൻ്റെ ബീക്കും ഇത് കാണുമ്പോൾ നമുക്ക് ഏകദേശം സിമിലാരിറ്റി ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ സെക്കൻഡ് വൺ നമ്മൾ കിങ് ഫിഷറിനെ നോക്കിയേ. കിങ് ഫിഷറിൻ്റെ ലോങ് ബീക്കാണ് അല്ലേ, നീണ്ട ചുണ്ടുകൾ. അപ്പോൾ അവയുടെ കാലുകൾ കുറച്ച് ചെറുതാണ് അല്ലേ. നെക്സ്റ്റ് ഈഗിളിനെ നോക്കിയേ. ഈഗിളിൻ്റെ ബീക്കും നല്ല ഷാർപ്പ് ആൻഡ് അതിൻ്റെ ഒരു ഷാർപ്പ് ബീക്കാണ്. അതുപോലെ തന്നെ അതിൻ്റെ നെയിൽസും ഏകദേശം സിമിലാരിറ്റി വരുന്ന നെയിൽസാണ്. അതൊരു ക്രെയിൻ്റെ ബീക്ക് വളരെ ലോങ് ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ലെഗും ലോങ് ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ബേർഡിനെ നോക്കുക, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തത് നിങ്ങളോട് ചോദ്യം, വേർ ക്യാൻ വി സീ ബേർഡ്സ്. എവിടെയാണ് പക്ഷികളെ കാണാൻ കഴിയുക? നിയർ ദ പോണ്ട്സ്, ഫീൽഡ്സ് ആൻഡ് ഫാംസ് അല്ലേ. നമുക്ക് ഈ ഓരോ പക്ഷികളെയും, അതായത് അവ ആഹാരം കഴിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് അവയെ കാണാൻ സാധിക്കുക അല്ലേ. ചില പക്ഷികളെ കുളങ്ങളുടെ അടുത്തായിരിക്കാം, ചില പക്ഷികൾ ഫീൽഡ്സ്, അത് വയലുകളിലും കൃഷിയിടങ്ങളിലൊക്കെ ആയിരിക്കാം, ചില പക്ഷികൾ മരങ്ങളിലായിരിക്കും കാണുക, ചില പക്ഷികൾ ഗാർഡൻസ് ആൻഡ് പാർക്സിലായിരിക്കും, ചില പക്ഷികൾ ചെറിയ ട്രങ്ക്സിൻ്റെ ഹോൾസിൻ്റെ ഇടയ്ക്കായിരിക്കും കാണുക, ചില പക്ഷികൾ സീഷോസിലായിരിക്കും, കടലിൻ്റെ സൈഡിലായിരിക്കും കാണുന്ന പക്ഷികളുണ്ട്, ചില പക്ഷികൾ വെറ്റ് ലാൻഡും ലേക്കിലും ഉണ്ടാകും, അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും കാണുക, ചില പക്ഷികൾ വീടിനടുത്തുണ്ടാവും, നിയർ ഹോംസ്, ചില പക്ഷികളായിരിക്കും ഫോറസ്റ്റ് ആൻഡ് ഹിൽസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഓരോ പക്ഷികൾ കാണുന്ന സ്ഥലങ്ങൾ നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്ത എല്ലാവരും ബേർഡ്സ് ആൻഡ് ദെയർ ഹാബിറ്റാറ്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ നോട്ട് എഴുതേണ്ടത്. അതുപോലെ നെയിം ഓഫ് ദ ബേർഡ്സ് സീൻ ഇൻ വാട്ടർ. അപ്പോൾ വാട്ടർ റിച്ച് പ്ലേസസ്, വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ പക്ഷികളായിരിക്കും കാണുക? നമുക്ക് ഈ ക്രെയിനെ കാണാൻ പറ്റും, അത് നമുക്ക് അവിടെ നോട്ടിൽ നോട്ട് ചെയ്യാവുന്നതാണ്. ക്രെയിനെ കാണാം, അതുപോലെ തന്നെ നമ്മുടെ കിങ് ഫിഷിനെ കാണാം അല്ലേ. ഇങ്ങനെയുള്ള പക്ഷികളൊക്കെ നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പക്ഷികളുടെ പേര് നിങ്ങൾ ആ പറയുന്ന ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതണം. ഡക്ക്, ക്രെയിൻ, കിങ് ഫിഷർ, സ്വാൻ, സ്നേക്ക് ബേർഡ്, ഇങ്ങനെ തുടങ്ങിയ പക്ഷികൾ ധാരാളം മെനി ബേർഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിലേക്ക് നോട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അടുത്തത് നമ്മൾക്ക് നോക്കാൻ പോകുന്നത് അടുത്തൊരു ചെറിയൊരു പഠിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്. നോട്ട് ഓൾ ബേർഡ്സ് ഹാവ് ദ സെയിം ബോഡി സ്ട്രക്ചർ. അപ്പോൾ എല്ലാ പക്ഷികൾക്കും ഒരേപോലെയുള്ള ബോഡി സ്ട്രക്ചർ അല്ല അല്ലേ. സം ഹാവ് ലോങ് പോയിന്റഡ് ബീക്ക് ആൻഡ് ലോങ് ലെഗ്സ്. അപ്പോൾ ചില പക്ഷികൾക്ക് നീണ്ടതും കൂർത്തതുമായ കൊക്കുകളും അല്ലെങ്കിൽ ചുണ്ടുകളും നീളമുള്ള കാലുകളും ഉണ്ടാവും അല്ലേ. ലൈക്ക് എക്സാമ്പിൾ നമ്മുടെ ക്രെയിനെ പോലെ. കളക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് മൂവ്മെൻറ്റ് ആർ റിലേറ്റഡ് ടു ദ ബോഡി സ്ട്രക്ചർ ഓഫ് ദ ബേർഡ്സ്. അതായത് അത് ഫുഡ് കളക്ട് ചെയ്യുന്നതും അവയുടെ മൂവ്മെൻറ്റും സഞ്ചാരവും എല്ലാം എങ്ങനെയായിരിക്കും? അവയുടെ ബോഡിയുടെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടായിരിക്കും ഉണ്ടാവുക. അടുത്ത ബേർഡ്സ് ദാറ്റ് ഹണ്ട് ഫോർ പ്രേ ഇൻ വാട്ടർ റിച്ച് ഏരിയാസ് ഹാവ് ഓയിലി ഫെദേഴ്സ്. അതായത് കൂടുതലും വെള്ളമുള്ള വാട്ടർ റിച്ച് ആയിട്ട് ഏരിയകൾ, വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇര തേടുന്ന, അതായത് ഹണ്ട് ചെയ്യുന്ന ബേർഡ്സിന് അവയ്ക്ക് എന്തായിരിക്കും പ്രത്യേകത? ഓയിലി ഫെദേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ പറയുന്ന ഡക്ക്, ക്രെയിൻ, ഇങ്ങനെയുള്ള പക്ഷികളുടെയൊക്കെ ഒരു അഡാപ്റ്റേഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഓയിലി ഫെദേഴ്സ് അല്ലേ. അപ്പോൾ ഈ പക്ഷികൾക്കൊക്കെ ആ പറയുന്ന വാട്ടർ റിച്ച് ആയിട്ടുള്ള ഏരിയകളിൽ അവയ്ക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന പോലെ തന്നെ അവയ്ക്ക് അങ്ങനെയുള്ള അനുകൂലനങ്ങൾ വേണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഔൾസ് സ്ലീപ്പ് ഡ്യൂറിങ് ദ day and hunt for prey at night. They have a feathered coat that is suitable for hunting at night and does not make sound while flying. The forest owl catches small creatures. The barn owl eats the mice and bandicoots. The fish owls hunts fish and nightjars eat field mice. All of those are നക്ടറൽ ബേർഡ്സ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നമ്മുടെ മൂങ്ങയെ കുറിച്ചാണ്. വെള്ളി മൂങ്ങ, സാധാരണ മൂങ്ങയുണ്ട്. അപ്പോൾ ഈ മൂങ്ങകൾക്കെല്ലാം എന്താണ്? അവർ നൈറ്റിൽ മാത്രം സഞ്ചരിക്കുന്ന പക്ഷികളാണ്. അപ്പോൾ അവയ്ക്ക് അവയുടേതായ അഡാപ്റ്റേഷൻ ഉണ്ട്. പിന്നെ വേറെ പ്രത്യേകത വെച്ചാൽ അവർക്ക് പകല് കണ്ണ് കാണത്തില്ല. പകൽ സമയത്ത് അവർക്ക് കണ്ണിൻ്റെ ഒരു കാഴ്ച പ്രശ്നമുണ്ട്. അതുകൊണ്ട് രാത്രിയിലായിരിക്കും അവർ കൂടുതൽ ഇര പിടിക്കാൻ വേണ്ടിയിട്ട് പോവുക.
ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഫീച്ചേഴ്സിലേക്ക് പോകാം. എന്താണ് ഈ പക്ഷികളുടെ ഫീച്ചേഴ്സ് ആണ് ചോദിക്കുന്നത്. വാട്ട് ആർ ദർ ഫീച്ചേഴ്സ്? നോട്ട് ഓൾ ബേർഡ്സ് ഹാവ് ദ സെയിം ബോഡി ഫീച്ചേഴ്സ് അല്ലേ, അത് നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ. ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്, നമുക്കത് നോക്കാം. ബേർഡ്സ് ആൻഡ് ദർ നെസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് അടുത്ത പേജിലെ ബേർഡ്സ് ആൻഡ് നെസ്റ്റ് എന്ന ഒരു സെക്ഷനിലേക്കാണ്. അപ്പോൾ നമുക്കറിയാം പക്ഷികളുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെസ്റ്റുകളായിരിക്കും. ഈ പക്ഷികളുടെ സൈസ് അനുസരിച്ചും പക്ഷികളുടെ ഡിഫറൻസസ് അനുസരിച്ചും നമുക്ക് എന്തായിരിക്കും, ഈ പക്ഷികൾക്കെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെസ്റ്റ് ആയിരിക്കും. അവിടെ ആ നെസ്റ്റുമായി ബന്ധപ്പെട്ടത് ഒരു ആൻസർ എഴുതിയിട്ടുണ്ട്. ദ പ്ലേസസ് വേർ ദേ ഫൗണ്ട്, മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. പിന്നെ വേറെ എന്തായിരിക്കും വ്യത്യാസങ്ങൾ? അതിലെ സൈസിൽ വ്യത്യാസം ഉണ്ടാവും ഇല്ലേ, സൈസിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും ഇല്ലേ. ഈ പറയുന്ന പോലെ തന്നെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് ഈ പറയുന്ന നെസ്റ്റിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നോക്കാം. Have you noticed the birds around us? Have you noticed the nest of the birds around us? ഓക്കെ, ഏതൊക്കെ രീതിയിലായിരിക്കും വ്യത്യാസം? In what ways are the nests different? ഓക്കെ, place they found, materials used for construction, climate, shape, reproduction. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന രീതിയിലായിരിക്കും നമുക്ക് ഇതുപോലെ അതിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തൊട്ട് താഴെ നമുക്കിവിടെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എഗ്സ് കാണാം അല്ലേ. എഗ്സ് ഏതിൻ്റെയൊക്കെ എഗ്സ് ആയിരിക്കും? ഒബ്സർവ് ദ പിക്ചർ, ദ വിച്ച് ബേർഡ്സ് എഗ്സ് ആർ ദീസ്, റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ ഏതൊക്കെ പക്ഷികളുടെ എഗ്സ് ആണ് എന്ന് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പക്ഷിയുടെ എഗ്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതാവുന്നതാണ്. ഒന്നാമത്തെ നമുക്കറിയാം ഹെന്നിൻ്റെ ആയിരിക്കും. രണ്ടാമത്തെ ഏതാ? കാട എന്ന് നമ്മൾ പറയുന്ന കൊയൽ ആണ്. കൊയൽ എന്നാണ് അതിന് പറയുന്ന പേര്. നമ്മൾ കാടമുട്ടയെ കഴിച്ചിട്ടുണ്ടാവും. എല്ലാവരുടെ വീട്ടിൽ കാട ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷെ എന്നാലും ഈ പറയുന്ന കൊയൽ കാട നമ്മുടെ ചില വീടുകളിലൊക്കെ ഫാമിലൊക്കെ വളർത്താറുള്ളതാണ്. ആ ഇറച്ചിക്ക് വേണ്ടിയിട്ടും മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് സാധാരണ തന്നെ കാടേനെ വളർത്താറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്നത് തൊട്ട് താഴെ നമ്മൾ ഡിഫറൻസ് ഓഫ് ഈ പക്ഷികളുടെ ഡിഫറൻസ് പോലെ തന്നെ നമുക്ക് എഗ്സിലും ഡിഫറൻസസ് ഉണ്ട് ഇല്ലേ. നമുക്ക് ഈ എമ്മുവിൻ്റെ എഗ്ഗുണ്ട്, ഡക്കിൻ്റെ എഗ്ഗുണ്ട്, ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗുണ്ട്. അപ്പോൾ ഈ പറയുന്ന എഗ്ഗിനെല്ലാം ഓരോ ഡിഫറൻസസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന സൈസിൽ വ്യത്യാസവും അല്ലേ, ഓരോ സൈസ് കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ക്രോയുടെ എഗ്ഗ് കാണാം, നമ്മുടെ കുക്കുവിൻ്റെ എഗ്ഗ് കാണാം. ഈ പറയുന്ന എഗ്ഗുകൾക്കൊക്കെ എന്താണ് അതിൻ്റെതായ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതിന് നോട്ട് പറയാം. ഒബ്സർവ് ദ പിക്ചേഴ്സ്, അത് ഏതൊക്കെ പക്ഷികളുടെയാണ്? ഹെന്ന്, കൊയൽ. ഇൻ വാട്ട് വൈസ് ഡു ബേർഡ്സ് എഗ്സ് ഡിഫർ? അതായത് ഏതൊക്കെ രീതിയിലാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? സൈസ്, ഷേപ്പ്, കളർ, നമ്പർ, പാറ്റേൺസ്. അപ്പം ഈ രീതിയിലൊക്കെയാണ് ബേർഡ്സിൻ്റെ എഗ്സ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും നോട്ടിലേക്ക് നോട്ട് ചെയ്യേണ്ടതാണ്. ഇൻ വാട്ട് വേസ് ഡു ബേർഡ്സ് എഗ്സ് ഡിഫറെൻറ്റ്? ഓക്കെ, അത് നമ്മൾ നോട്ട് ചെയ്യുക. അടുത്തത് നമുക്ക് പറയാൻ പോകുന്ന ഓസ്ട്രിച്ചിനെ ആൻഡ് ഇറ്റ്സ് എഗ്. ഓസ്ട്രിച്ചും അതിൻ്റെ എഗ്ഗിനെ കുറിച്ചാണ് പറയാനുള്ളത്. ദ ഓസ്ട്രിച്ച് ഈസ് ദ ലാർജസ്റ്റ് ലിവിങ് ബേർഡ് ഇൻ ദ വേൾഡ് ടുഡേ. Its egg is the largest egg. Although it has wings, it cannot fly. An ostrich egg weighs approximately 1.5 kilograms. Moreover, it also has the largest eye among all animals living in the land. അപ്പോൾ ഇതിന് ഓസ്ട്രിച്ചിൻ്റെ ഒരു വലിയൊരു ബേർഡാണ് ഓസ്ട്രിച്ച്. പക്ഷേ അതിന് പറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അതിൻ്റെ എഗ്ഗിന് വളരെ വെയിറ്റ് ആണ്. എത്രയാണ്? 1.5 കിലോയോളം ഭാരമുണ്ട് എഗ്ഗിൻ്റെ, അതിൻ്റെ ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗ്. അപ്പം വലുതാണ്. നമുക്കത് ബുൾസൈയൊക്കെ അടിച്ച് കഴിക്കുവാണെങ്കിൽ കുറേ ഉണ്ടാവും അല്ലേ. ഒരു സാധാരണ എഗ്ഗ് നമ്മുടെ കോഴിയുടെ മുട്ടയുടെ എഗ്ഗ് എന്ന് പറഞ്ഞാൽ 45 ഗ്രാം 40 ഗ്രാമൊക്കെ ഉള്ളൂ. പക്ഷേ അപ്പോൾ നമ്മുടെ ഒരു ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗ് എത്ര ഉണ്ടാവും? അതിന് സൈസ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര വലുപ്പമായിരിക്കും അല്ലേ. 1.5 കിലോയോളം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര മുട്ട വെച്ചാലായിരിക്കും നമുക്ക് ഈ പറയുന്ന ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗുമായി കമ്പയർ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ദർ ഈസ് ഡൈവേഴ്സിറ്റി ഇൻ ബേർഡ്സ് നെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഷേപ്പ്, സൈസ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ലൊക്കേഷൻ, നെസ്റ്റിംഗ് മെത്തേഡ് ആൻഡ് ദെയർ എഗ്സ്. അപ്പം ഇതുപോലെ ഡൈവേഴ്സിറ്റി ഇൻ ഡിഫറെൻറ്റ്, നമുക്ക് ഈ ഭൂമിയിലെ ഡൈവേഴ്സിറ്റിയാണ് ഭൂമിയുടെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ ചുറ്റുപാടുമുള്ള ഈ ബേർഡ്സ് എല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നെങ്കിലോ വളരെ സിമിലർ ആണെങ്കിലോ ഒരു രസം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതുപോലെ തന്നെ ഭൂമിയിൽ വളരെ ഡൈവേഴ്സിറ്റി ഉള്ള ബേർഡ്സ് ഉള്ളതുകൊണ്ടാണ് ഇതേ രീതിയിൽ ഭൂമിയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പോകുന്നത് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈഗ്രേറ്ററി ബേർഡ്സിനെ കുറിച്ചാണ്. ഓക്കെ, എന്തൊക്കെയാണ് മൈഗ്രേറ്ററി ബേർഡ്സ് എന്നാണ് നമ്മളിവിടെ കാണാൻ വേണ്ടി പോകുന്നത്. എന്താണ് മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയുന്നത് അല്ലേ?
ദേശാടന പക്ഷികൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക അല്ലെ. എന്താണ് ദേശാടന പക്ഷികൾ? അതായത് അവ ജീവിക്കുന്നത് 2 സ്ഥലങ്ങളിൽ ജീവിക്കും. അതായത് ഒന്ന് ദേശാടനത്തിന് പോകുന്ന സ്ഥലങ്ങളിലും പിന്നെ അവ ആദ്യം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലും. അപ്പോൾ അവിടുന്ന് ദേശാടനം നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഉദാഹരണം, നമുക്കിപ്പോൾ ധാരാളം പക്ഷികൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 സ്ഥലങ്ങളിലായിരിക്കും അവ ജീവിക്കുക. അപ്പോൾ അവയുടെ കാലാവസ്ഥയുടെ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഇപ്പോൾ ആഫ്രിക്ക, യൂറോപ്പ്, ഗൾഫ് പോലുള്ള വിദേശ രാജ്യങ്ങൾ, അത് കോണ്ടിനെന്റുകളിൽ നിന്ന് ചെയ്യും അത്ര വളരെ ദൂരം 4000, 5000, 3000, 4000 കിലോമീറ്റർ ദൂരത്ത് നിന്ന് പറന്നു വരികയാണ്. കടലുകൾ താണ്ടി 2-3 കടലൊക്കെ കഴിഞ്ഞിട്ടാണ് അവരിങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ അവയ്ക്ക് ഇപ്പം യൂറോപ്പിലൊക്കെ ആണെങ്കിൽ മഞ്ഞ് കാലത്തിനോട് അടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു സമ്മർ കഴിഞ്ഞ് പതുക്കെ വിൻ്ററിലേക്ക് കിടക്കുന്ന സമയം ഉണ്ടാവും. അതായത് വേനൽക്കാലം കഴിഞ്ഞ് മെല്ലെ നമുക്കിവിടെ മഴക്കാലം എന്ന് പറഞ്ഞാൽ അവിടെ മഞ്ഞുകാലമാണ്. അപ്പം ഈ മഞ്ഞുകാലത്തിൽ വരുമ്പോഴത്തേക്ക് അവർക്ക് ഫുൾ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ഭക്ഷണങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ പറയുന്ന ഭക്ഷണം വേണമെങ്കിൽ അവർക്ക് അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് അവർ ചെയ്യുന്നത്, മൈഗ്രേഷൻ ചെയ്യുന്നത്. അതായത് അങ്ങനെയാണ് നമ്മുടെ നാടുകളിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലേക്ക് വരുമ്പം ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിലേക്ക് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഒരു മെയിൻ അട്രാക്ഷൻ ഏരിയ ആണ്. അത് നമ്മുടെ പശ്ചിമഘട്ടം മലനിരകൾ, നമ്മളുടെ ഇന്ത്യയുടെ വെസ്റ്റേൺ ഗട്ട്സ്, അതായത് നമ്മുടെ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഈ മലനിരകളാണ് വെസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ അവിടെയൊക്കെയാണ് കൂടുതലായിട്ടും പക്ഷികൾ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ പാഡി ഫീൽഡ്സ്, പല സ്ഥലങ്ങളിലും നമുക്ക് ഇവയെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കേരളത്തിലെ പല ബേർഡ് സാഞ്ചുറികളിലും ഇവയെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതൊരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ പക്ഷികൾ ഇവിടെ വന്ന് മുട്ടയൊക്കെ ഇട്ട് ആഹാരമൊക്കെ കിട്ടി. അപ്പോൾ ഒരു ടൈം ഇവർക്ക് അറിയാം. നാച്ചുറലി ഇവർക്ക് ഇവരുടേതായ ഒരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും? തിരിച്ച് അവയുടെ നാട്ടിലേക്ക് തിരിച്ച് പറന്നു പോകും. അപ്പോൾ പുതിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി അവർ തിരിച്ച് അവരെ കൊടുത്തിട്ട് തിരിച്ച് അവിടേക്ക് പോകുമ്പോഴത്തേക്കും ഏകദേശം വിൻ്റർ അവസാനിച്ചിട്ടുണ്ടാവും. മെല്ലെ മഞ്ഞുകാലമൊക്കെ കഴിഞ്ഞ് മെല്ലെ ചെറിയ ഇവിടെ സൂര്യപ്രകാശം കൂടുതൽ കാണാനും അങ്ങനെ മെല്ലെ മെല്ലെ പുതിയ ഭക്ഷണങ്ങളൊക്കെ അവർക്ക് കിട്ടുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും അവർ തിരിച്ച് അവിടെ എത്തും. അപ്പോഴത്തേക്കും കാലാവസ്ഥ അനുസരിച്ചാണ് ഈ പക്ഷികൾ അവയുടെ ഇരകൾ തേടുന്നതും. അങ്ങനെയുള്ള പക്ഷികളുടെ പേരാണ് മൈഗ്രേറ്ററി ബേർഡ്സ്. മൈഗ്രേറ്ററി ബേർഡ്സ് അല്ലാത്ത പക്ഷികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഏതൊക്കെയാണ്? ക്രൈന്, പാരറ്റ്, ക്രോയ്, ഇങ്ങനെയുള്ള പക്ഷികൾ നമ്മുടെ നാട്ടിൽ തന്നെ സ്ഥിരം നിൽക്കുന്ന പക്ഷികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ പക്ഷികൾ നമുക്ക് ഒരിക്കലും മൈഗ്രേറ്ററി ബേർഡ്സ് ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്കിവിടെ കുറച്ച് പക്ഷികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്ന് വായിച്ചു നോക്കാം. ഗ്രീൻ വാർബ്ലർ, ഇന്ത്യൻ പീറ്റ, ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ, ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ, പാസിഫിക് ഗോൾഡൻ പ്ലോവർ, ഫോറസ്റ്റ് വാക്ടെയിൽ. അപ്പം ഇങ്ങനെയുള്ള പക്ഷികളൊക്കെയാണ് അതിൽ ഉദാഹരണങ്ങൾ, ചില പക്ഷികൾ. ഇതുപോലെ വേറെ ധാരാളം പക്ഷികൾ നമ്മുടെ ഇനിയുണ്ട്. ധാരാളം മൈഗ്രേറ്ററി ബേർഡ്സ് നമ്മുടെ നാട്ടിൽ വരുന്ന പക്ഷികളുണ്ട്. അപ്പം അവയെക്കുറിച്ച് എഴുതിയൊരു നോട്ട് വായിക്കാം. സം സ്പീഷീസ് ഓഫ് ബേർഡ്സ് മൈഗ്രേറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ ലാർജ് നമ്പർ ടു എസ്കേപ്പ് ഫ്രം അഡ്വേഴ്സ് weather condition to obtain food and for breeding. When the weather become favorable, they return. Such birds are called migratory birds. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന തന്നെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്, ഏതൊക്കെ കാര്യങ്ങൾ ഇന്ന് എസ്കേപ്പ് ചെയ്യാനാണ് വരുന്നത്? വെതർ കണ്ടീഷൻ മോശമാകുമ്പം ആണ് ഒന്ന്. പിന്നെ ഫുഡും ആ സമയത്തുണ്ടാകുന്ന ഫുഡിൻ്റെയും അതുപോലെ ബ്രീഡിങ്, അതായത് പ്രജനനം, പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അപ്പം അവരുടെ തലമുറ നിലനിൽക്കുന്നത് ഈ പറയുന്ന മൈഗ്രേഷൻ കൊണ്ടാണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നടത്തുന്ന സഞ്ചാരം കൊണ്ടാണ് അവ ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് എപ്പോഴത്തെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ എന്ത് സംഭവിക്കും? അവിടെ ഈ പക്ഷികളെല്ലാം മരിച്ചു പോകും. പിന്നെ ആ പക്ഷികളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, അപ്പോൾ കൂടുതൽ പക്ഷികളുടെ പേരുകളോട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഇത് നോട്ട് ചെയ്യാവുന്നതാണ്. സൈബേരിയൻ ക്രെയിൻസ്, ഗ്രേറ്റർ ഫ്ലാമിംഗോ, ഓക്കെ, ഫോറസ്റ്റ് വാങ്ടെയിൽ, ഇന്ത്യൻ ബീറ്റാർക്ക് നേരത്തെ പറഞ്ഞതാണ്, കോമൺ സ്നൈപ്പ്, ഓക്കെ, ഇങ്ങനെ കുറേ പക്ഷികൾ നിങ്ങൾക്ക് നോട്ടിലേക്ക് നോട്ട് ചെയ്യാം. നിങ്ങൾക്കത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഈ പക്ഷികളുടെയൊക്കെ ചിത്രങ്ങൾ കിട്ടാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി, നെക്സ്റ്റ് പേജ് എല്ലാവരും എടുക്കുക. അതിൽ നമുക്ക് ഗ്രേറ്റ് ഹോൺബിൽ എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ, അത് നോക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചത്. ഗ്രേറ്റ് ഹോൺബിൽ ടുവേർഡ്സ് ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. അപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ഹോൺബിൽ എന്ന പക്ഷിയാണ് നമ്മുടെ കേരളത്തിലെ ഒഫീഷ്യൽ ബേർഡ്. അറിയാലോ, നമ്മുടെ കേരളത്തിലെ ഒഫീഷ്യൽ ബേർഡാണ് ഗ്രേറ്റ് ഹോൺബിൽ. ദ ഗ്രേറ്റ് ഹോൺബിൽ ഈസ് ഓൾസോ നോൺ ആസ് ഫാമേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ്.
ഈസ് ദ ഒഫീഷ്യൽ ബേർഡ് ഓഫ് കേരള. ഇറ്റ് ഈസ് നൗ ഫേസിങ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിൻഷൻ. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷി കൂടിയാണ് നമ്മുടെ ഹോൺബില്ല്. കേരളത്തിലെ ഔദ്യോഗിക പക്ഷിയാണ്. എന്തുകൊണ്ടായിരിക്കാം, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ നമ്മുടെ മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്ന ഈ പക്ഷിക്ക് ഒരു വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? പല പ്രശ്നങ്ങളോട് പറയുന്നുണ്ട് അല്ലേ. എന്തൊക്കെയായിരിക്കാം? സ്കാർസിറ്റി ഓഫ് ഫുഡ് റിസോഴ്സസ്, ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ്. ലാക്ക് ഓഫ് ടോൾ ട്രീസ്, ഉയരം കൂടിയ മരത്തിന്റെ കുറവ്. ഹ്യൂമൻ പ്രസൻസ്, മനുഷ്യന്റെ സാന്നിധ്യം. അപ്പോൾ ഇനി അടുത്ത വേറെ ഏതൊക്കെ കാര്യങ്ങളുണ്ടാവും? അടുത്തത് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻസ്, അടുത്ത ഡീഫോറസ്റ്റേഷൻ, വേറെ എന്താണ്? വൈഡ് സ്പ്രെഡ് ഓഫ് പെസ്റ്റിസൈഡ്സ്. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമുക്ക് നമ്മളുടെ ഈ പക്ഷിയുടെ ഡിക്രീസിങ്ങിന് കുറവായിട്ടുള്ള കാരണങ്ങൾ. അപ്പം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഇത് നോട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ നമുക്ക്, അതായത് ഇപ്പം ഫുഡിൻ്റെ ലഭ്യത കുറവ് ഒരു റീസണാണ്. ലാക്ക് ഓഫ് ടോൾ ട്രീസ്, മരങ്ങളൊക്കെ നശിച്ചു പോകുന്നത് ഒരു റീസൺ ആയിരിക്കാം. അപ്പം മലമുഴക്കി വേഴാമ്പലാണ്, നമ്മൾ അതിനൊരു പേരുണ്ട്, ദ ഫോറസ്റ്റ് ഫാമേഴ്സ് ഓഫ് ദ ഫോറസ്റ്റ്, കാട്ടിലെ കൃഷിക്കാരെന്നാണ്. അപ്പോൾ ഇവയാണ് കൂടുതൽ വിത്തുകൾ കൈമാറ്റം ചെയ്ത് ഡിസ്പേഴ്സ് ചെയ്തിട്ട് കാട്ടിൽ കൂടുതൽ മരങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പക്ഷിയാണിത്. അപ്പോൾ ഈ പക്ഷിയുടെ ഒരു ഗുണം അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഔദ്യോഗിക പക്ഷിയായിട്ടാണ് നമ്മുടെ മലമുഴക്കി വേഴാമ്പലിനെ നമ്മൾ കാണുന്നത്. അപ്പം അതിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എക്സ്റ്റൻഷൻ്റെ ഭാഗമാണ്. അതായത് എക്സ്റ്റൻഷൻ നേരിടുന്ന ഒരു പക്ഷിയാണ്. അതായത് ഫേസിങ് എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ വംശനാശം ഭീഷണി നേരിടുന്ന പക്ഷിയാണ്. ഓക്കെ, അപ്പോൾ അതിന് പല പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന കാരണങ്ങളിൽ ഒന്നാണ്, കുറച്ച് കാരണങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. തൊട്ട് താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അന്ന് വായിച്ചാൽ എല്ലാവരും. ദ റെഡ് ഡാറ്റ ബുക്ക് ഈസ് ദ ബുക്ക് ദാറ്റ് റെക്കോർഡ് എൻഡേഞ്ചേർഡ് ആൻഡ് റെയർ സ്പീഷ്യസ്. അതായത് ഈ റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുമ്പോൾ വളരെ അപൂർവമായ ജീവികളെയും വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളെയും, അതായത് കുറച്ച് എണ്ണം കുറഞ്ഞു വരുന്ന പക്ഷികളെയും പ്രതിപാദിക്കുന്ന ഒരു ബുക്കാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു നോക്കുന്ന ഒരു സംഭവമാണ്. എന്താണ് റെഡ് ഡാറ്റ ബുക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത പേജ് എടുക്കുക, ദ ബേർഡ് വാച്ചേഴ്സ്. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും. ദ ബേർഡ് വാച്ചേഴ്സിലെ ഡോക്ടർ സലീം അലിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്. വെൻ സലീം വാസ് 10 years old, he shot a sparrow named Manyatali with an air gun that his uncle had given him as a gift. Salim and his uncle took this bird and went to visit his uncle's friend, W.S. Millard, an officer of the Natural History Society, Bombay. He introduced Salim to the collection of birds preserved and kept at the society. It includes sparrows like the Manyatali that Salim had shot. This visit marked the turning point of him to be a bird lover later. അപ്പോൾ സലീം അലിയാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ പ്രശസ്തനായ ബേർഡ് വാച്ചർ. അദ്ദേഹം ഒരു പക്ഷി നിരീക്ഷകൻ എന്നാണ് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ അദ്ദേഹം കേരളത്തിലെ പക്ഷി മനുഷ്യൻ, ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ആളാണ് നമ്മുടെ സലീം അലി. അപ്പോൾ അദ്ദേഹം കൂടുതൽ പക്ഷികളെ നിരീക്ഷിക്കുകയും അവയെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷി നിരീക്ഷകർ അല്ലേ. ഈ ബേർഡ് വാച്ചേഴ്സിനെ പറയുന്നൊരു പേരാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും ഓർണിത്തോളജിസ്റ്റ് അല്ലെ, ഓർണിത്തോളജിസ്റ്റ്. അപ്പോൾ ഈ പറയുന്ന ഡോക്ടർ സലീം അലിയെ കൂടാതെ തന്നെ ധാരാളം പേരെ ശ്രീ കെ നീലകണ്ഠൻ, അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഇന്ദുചൂടൻ എന്നാണ്, ആ പേരിലാണ് അറിയപ്പെടുന്നത്. ഡോക്ടർ ആർ സുഗതൻ, ഈ പറയുന്ന ആളുകളൊക്കെ നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന പക്ഷി നിരീക്ഷകരാണ്. ഓക്കെ, നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്, കംപ്ലീറ്റ് ദ ക്രോസ് വേൾഡ് പസിൽ എന്നാണ്. അത് നമുക്ക് എല്ലാവരും ചെയ്ത് നോക്കാം. ഡൗൺ എന്താണ്? ഡൗണിൽ എഴുതേണ്ടത് ദ ഓൺലി വൺ ബേർഡ് സാഞ്ചുറി ഇൻ കേരള ലൊക്കേറ്റഡ് ഇൻ മാംഗ്രൂവ് ഫോറസ്റ്റ്. അതായത് നമ്മളുടെ കണ്ടൽ കാടുകളിൽ കാണപ്പെടുന്ന ഒരു ബേർഡ് സാഞ്ചുറി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഉത്തരം? 1. ഒന്ന് താഴെ ഡൗണിലേക്ക് ഏതാണ്? അത് മംഗളവനമാണ്. ഓക്കെ, മംഗളവനമാണ്. 2. നോൺ ആസ് ഡോക്ടർ സലീം അലി ബേർഡ് സാഞ്ചുറി. അത് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ബേർഡ് സാഞ്ചുറിയുടെ പേരെന്താണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്, ബേർഡ് സാഞ്ചുറിയാണ് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത് അക്രോസ്, വലത്തേക്ക് ഏതൊക്കെയാണ്? 3. ദ ഓൺലി പീകോക്ക് സാഞ്ചുറി ഇൻ കേരള എന്നാണ്. 3 വലത്തേക്ക് നോക്കിയേ, ചൂളന്നൂറാണ്.
ഒരേ ഒരു കേരളത്തിലെ മയിൽ സംരക്ഷണ അല്ലെങ്കിൽ മയിൽ സാഞ്ചുറി സംരക്ഷണ കേന്ദ്രമാണ്. ഓക്കെ, 4 നോക്കിക്കേ. ദ ബേർഡ് സാഞ്ചുറി ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് വെയർ മൈഗ്രേറ്ററി ബേർഡ്സ് ആർ മോസ്റ്റ്ലി സീൻ. അതായത് കോഴിക്കോടുള്ള ഒരു ബേർഡ് സാഞ്ചുറിയിൽ കൂടുതലും മൈഗ്രേറ്ററി ബേർഡ്സ് ആണ് അവിടെ കാണപ്പെടുന്നത്. അതായത് സാഞ്ചുറിയുടെ പേരെന്താണ്? കടലുണ്ടി. കോഴിക്കോടിലെ കടലുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി ബേർഡ് സാഞ്ചുറിയിലാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്ററി ബേർഡ്സ് കേരളത്തിൽ വിസിറ്റ് ചെയ്യുന്നത്. 5 നോക്കിയേ. എ ബേർഡ് സാഞ്ചുറി ഇൻ കോട്ടയം ഡിസ്ട്രിക്ട്. ഒരു കോട്ടയത്തുള്ള ഒരു ബേർഡ് സാഞ്ചുറിയുടെ പേര് ഏതാണ്? 5 അക്രോസ്. ഏതാണ്? കുമരകം. കുമരകം എന്നാണ് ബേർഡ് സാഞ്ചുറിയുടെ പേര്. കുമരകം ബേർഡ് സാഞ്ചുറി, കുമരകം പക്ഷി സങ്കേത കേന്ദ്രം. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി, ഡ്രോ ലൈൻസ് ത്രൂ ദ റൈറ്റ് പാത്ത് ടു കണക്ട് ദ ബേർഡ്സ് ടു ദെയർ ഫുഡ്. അപ്പോൾ ഫുഡിലേക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ അത് ലൈൻസ് ജോയിൻ ചെയ്ത് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാനതോടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോട്ട് അവ കഴിക്കുന്ന ആഹാരം അനുസരിച്ച് അവയുടെ ലൈൻസ് നിങ്ങൾ അറേഞ്ച് ചെയ്ത് ചെയ്യേണ്ടതാണ്. ഓക്കെ, ലാസ്റ്റത്തെ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. മാനസ ആൻഡ് ആൽബിൻ വെയർ പ്ലേയിങ് ഇൻ എ ടേബിൾ കോമ്പറ്റീഷൻ ഗെയിം. ജോയിൻ ദം ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ഈ പക്ഷികളുടെ പേരുകളൊക്കെ എഴുതി അവയുടെ കളർ, ഫുഡ്, ബോഡി ഫീച്ചേഴ്സ്, നെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചെയ്തൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ എല്ലാവരും ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണം. പാരറ്റിൻ്റെ കളറ്, അതിന് ഫുഡ്, ബോഡി ഫീച്ചേഴ്സ്, നെസ്റ്റ്. അപ്പോൾ ക്രോ ഉണ്ട്, ഔളുണ്ട്, കിങ് ഫിഷർ ഉണ്ട്, വുഡ് പെക്കർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതി അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. വിച്ച് ബേർഡ് ഈസ് നോൺ ആസ് ഫാമേഴ്സ് ഓഫ് ഫോറസ്റ്റ്. ഇതിലേത് പക്ഷിയാണ് കാട്ടിലെ കൃഷിക്കാർ എന്നറിയപ്പെടുന്നത്? ഏതാണ്? ഗ്രേറ്റ് ഹോൺബിൽ. വിച്ച് ഈസ് ദ ഒഫീഷ്യൽ ബേർഡ് ഓഫ് കേരള. ഏതാണ്? ഗ്രേറ്റ് ഹോൺബിൽ. വിച്ച് ഈസ് ദ ബേർഡ് ഒഫീഷ്യൽ ബേർഡ് ഓഫ് ഇന്ത്യ. ഏതാണ്? വിച്ച് ഈസ് ദ ഒഫീഷ്യൽ ബേർഡ് ഓഫ് ഇന്ത്യ? പീകോക്ക്. വിച്ച് ഈസ് ദ റെഡ് ഡേറ്റ ബുക്ക്. വാട്ട് ഈസ് ദ റെഡ് ഡേറ്റ ബുക്ക്? ദ റെഡ് ഡേറ്റ ബുക്ക് ഈസ് ദ ബുക്ക് ദാറ്റ് റെക്കോർഡ് എൻഡേഞ്ചേർഡ് ആൻഡ് റയർ സ്പീഷ്യസ്. അതായത് എന്താണ് റെഡ് ഡേറ്റ ബുക്ക്? എന്താണ്? എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളെയും അപൂർവമായ ജീവികളെയും കുറിച്ച് റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന ബുക്ക് ആണ് റെഡ് ഡേറ്റ ബുക്ക്. ഓക്കെ, ദ റൈറ്റ് ദ നെയിംസ് ഓഫ് എൻഡേഞ്ചേർഡ് ബേർഡ്സ് ഓഫ് കേരള. കേരളത്തിലെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുടെ പേരാണ് മലബാർ ഗ്രേ ഹോൺബിൽ, വൈറ്റ് ബെല്ലീഡ് ഷൊളാക്കിളി, ലാഫിംഗ് ട്രഷർ, ഗ്രാസ് ബേർഡ്, നീലഗിരി ബിപ്പിറ്റ്, നീലഗിരി ഫ്ലൈ കാച്ചർ, നീലഗിരി വുഡ് പിജിയൻ, മലബാർ വിസ്ലിംഗ് ട്രഷർ. അപ്പോൾ ഈ പറയുന്ന പക്ഷികളൊക്കെ നമ്മുടെ കേരളത്തിലെ എൻഡേഞ്ചർ ആയിട്ടുള്ള പക്ഷികളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഓരോ നമ്മുടെ മലബാർ ബാൻഡഡ് പീകോക്കിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. മലമുഴക്കി വേഴാമ്പലിൻ്റെ ചിത്രമാണ്. അതുപോലെ തന്നെ തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയുടെ ഒരു ചിത്രമാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഇടുക്കിയിലാണ് തട്ടേക്കാട് ബേർഡ് സാഞ്ചുറി സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ മംഗളവനം ബേർഡ് സാഞ്ചുറിയുടെ ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ ഇത് കടലുണ്ടി കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി ബേർഡ് സാഞ്ചുറിയിലെ പിക്ചേഴ്സാണിത്. ഇതിൽ കാണുന്ന മോസ്റ്റ്ലി ഈ പറയുന്ന പക്ഷികളെല്ലാം നമ്മുടെ മൈഗ്രേറ്ററി ബേർഡ്സിൽ പെടുന്ന പക്ഷികളാണ്. ഓക്കെ, നമ്മുടെ ഒരു പീകോക്കിൻ്റെ ചിത്രമാണ്. നമ്മുടെ പീകോക്കിൻ്റെ കേരളത്തിലെ ഒരേ ഒരു ചൂലന്നൂരിലെ പീകോക്ക് സാഞ്ചുറിയുടെ ചിത്രം കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.